നമസ്കാരം. ഒരു ഭൂമി നമ്മൾ വാങ്ങുമ്പോഴേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ വളരെ വ്യക്തതയോടെ പറഞ്ഞുതരാം. എന്നുവെച്ചാൽ സാധാരണക്കാർക്കും മനസ്സിലാക്കാവുന്ന രീതിയിൽ വലിയ സാങ്കേതികമായ പദങ്ങളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായി നമ്മളൊരു ഭൂമി കണ്ട് ഇഷ്ടപ്പെട്ടാൽ, ഒരു ഭൂമി വാങ്ങണം എന്ന ആഗ്രഹത്തോടെ ആ ഭൂമി കണ്ട് ഇഷ്ടപ്പെട്ട, വില കൊണ്ട് ഓക്കെ ആയാൽ, അങ്ങനെയാണല്ലോ നമ്മളൊരു ഭൂമി വാങ്ങാൻ തീരുമാനം എടുക്കുക. എന്ന് വെച്ചാൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വിലയാണ്, നമുക്ക് ആ ഭൂമി ഇഷ്ടപ്പെട്ടു, ഇനി നമുക്ക് ആ ഭൂമി വാങ്ങാം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യമായി ചെയ്യേണ്ടത് അവരുടെ ഡോക്യുമെന്റ് നമ്മൾ പരിശോധിക്കാനായിട്ട് വാങ്ങുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവരുടെ ആധാരം നമ്മൾ പരിശോധിക്കാനായിട്ട് വാങ്ങുക. അപ്പോൾ ആധാരം പരിശോധിക്കാനായിട്ട് വാങ്ങുമ്പോൾ പലരും, സാധാരണക്കാരൊക്കെ ആധാരത്തിന്റെ കോപ്പി നമുക്ക് തരും, തടസ്സം പറയില്ല. എന്നാൽ ചിലരൊക്കെ പറയും ഞങ്ങൾക്ക് കുറച്ച് അഡ്വാൻസ് തന്നാൽ മാത്രമാണ് ആധാരത്തിന്റെ കോപ്പി തരുള്ളൂ എന്ന് പലരും പറഞ്ഞേക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു 10,000-ൽ കുറവുള്ള ഒരു സംഖ്യ മാത്രം നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ തിരിച്ചു കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു തുക മാത്രമാണ് നമ്മൾ ആ ഘട്ടത്തിൽ അഡ്വാൻസ് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ആ അഡ്വാൻസ് കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് കരാറിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു ചെറിയ തുകയല്ലേ. അപ്പോൾ അത് നമുക്ക് ഭൂമി എന്തെങ്കിലും ഡോക്യുമെന്റ്സിന്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്കത് ഒരു തിരിച്ചു തരേണ്ടതാണ്. അത് നമുക്ക് പ്രതീക്ഷിക്കേണ്ട. കാരണം എന്താ വെച്ചാൽ പലരും കയ്യിൽ കാശ് കിട്ടിക്കഴിഞ്ഞാൽ പലരും നമ്മൾ വിചാരിക്കുന്ന പോലെ പെരുമാറണം എന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചു കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ളൊരു തുക മാത്രം നമ്മൾ അഡ്വാൻസ് കൊടുക്കുക. അഡ്വാൻസ് കൊടുത്തതിന് ശേഷം നമ്മൾ അവരുടെ ആധാരം പരിശോധിക്കാനായിട്ട് വാങ്ങുക. അപ്പോൾ ഒരു പക്ഷേ അവരിൽ ഒരു ആധാരം, അതിൻ്റെ തൊട്ട് താഴെയുള്ള ആധാരം, അങ്ങനെ 2 ആധാരം മാത്രമൊക്കെയാണ് സാധാരണക്കാരുടെ കയ്യിൽ ഒരു പക്ഷേ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ അവരുടെ കയ്യിലുള്ള ആധാരം, അതിൻ്റെ തൊട്ട് മുമ്പത്തെ അടിയാധാരം, അങ്ങനെ 2 ആധാരങ്ങൾ മാത്രമാണ് അവരുടെ കയ്യിലുണ്ടാവുള്ളൂ. അതിന് ശേഷം നമ്മൾ ഒരു 30 അല്ലെങ്കിൽ ഒരു 40 വർഷത്തെ അടിയാധാരങ്ങൾ എന്തായാലും വാങ്ങണം. എന്നാൽ ഈ 30-40 വർഷം എന്ന് പറയുമ്പോൾ ഇവരുടെ തൊട്ട് താഴെയുള്ള ആധാരം തന്നെ ഒരു 35 വർഷം പഴക്കമുള്ള ആധാരമാണെങ്കിൽ അത് മാത്രം മതി എന്ന് അർത്ഥമാക്കേണ്ടതില്ല. എന്ന് വെച്ചാൽ അപ്പോൾ ഒരു 4-5 അടിയാധാരങ്ങൾ നമ്മൾ സംഘടിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ അവരുടെ ഒരു ആധാരം പരിശോധിക്കുന്നു, ആധാരത്തിൻ്റെ അടിയാധാരം പരിശോധിക്കുന്നു. ആ അടിയാധാരം വായിച്ചു നോക്കുമ്പോഴാണ് അതിൻ്റെ അടിയാധാരം ഏതാണ് അവരിൽ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവുക. ഇല്ല എങ്കിൽ നമ്മൾ അതിൻ്റെ സർട്ടിഫൈഡ് കോപ്പി ബന്ധപ്പെട്ട രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് നമ്മൾ സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ കക്ഷി നമുക്ക് എടുത്തു തരേണ്ടതാണ്, ആളുടെ ചെലവിൽ എടുത്തു തരേണ്ടതാണ്. എന്നാൽ ആൾക്ക് അത് എടുക്കാനുള്ള കഴിവില്ല എങ്കിൽ നമുക്ക് തന്നെ അപേക്ഷ വെച്ചെടുക്കാം. സംതിങ് ഒരു 1000-ന് താഴെയാണ് ഒരു സർട്ടിഫിക്കറ്റ് കോപ്പിക്ക് സാധാരണ നമുക്ക് ചിലവ് വരിക. അപ്പോൾ നമ്മൾ ഓരോ സർട്ടിഫിക്കറ്റ് കോപ്പിയും അതിൻ്റെ ഡോക്യുമെൻ്റ് നമ്മൾ കറക്റ്റ് ആക്കുന്നു. എന്നിട്ട് നമ്മൾ വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വക്കീലിനെ കണ്ട് ആ ഒരു ഭൂമിയുടെ ടൈറ്റിൽ വെരിഫിക്കേഷൻ എന്ന് പറയും, ആധാരങ്ങളും അടിയാധാരങ്ങളും പരിശോധിച്ച് അതിൽ വേറെ ഒരു ബാങ്ക് ലോണിന് തടസ്സമായ ഡോക്യുമെൻസിൻ്റെ ഒന്നും കുറവില്ലല്ലോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കും. ഇതിൽ പ്രധാനമായും ഇപ്പോൾ വക്കീലിനെ ഏൽപ്പിക്കുകയാണെങ്കിലും എന്നെ ഏൽപ്പിക്കുകയാണെങ്കിലും ഞാനത് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആധാരങ്ങളൊക്കെ നമുക്ക് കിട്ടും, ആധാരങ്ങളും അടിയാധാരങ്ങളൊക്കെ നമുക്ക് ലഭ്യമായതൊക്കെ കിട്ടും. ഇനി വളരെ പഴക്കമുള്ള ഡോക്യുമെൻ്റാണ്, അത് രജിസ്റ്റർ ഓഫീസിൽ നശിച്ചു പോയെന്നൊക്കെ വെച്ചാൽ അവർ അവിടുന്ന് സർട്ടിഫിക്കറ്റ് തരും, അത് നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ ചില രേഖകൾ നമുക്ക് പിന്നീട് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള രേഖയുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഈ മരിച്ചു പോയ, ഇപ്പോൾ ഇതിൽ നമ്മൾ ഭൂമി ഡോക്യുമെൻ്റ് വെരിഫൈ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കക്ഷി മരണപ്പെട്ടു പോയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അവകാശികളെല്ലാവരും കൂടിയിട്ടാണ് ഒരു കൈമാറ്റം നടന്നിരിക്കണമെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ വാങ്ങുന്ന ആൾ ജീവിച്ചിരിക്കുന്ന ആളായിരിക്കാം, അതല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പത്തെ ആൾ അങ്ങാനും മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അവകാശികളെല്ലാവരും കൂടിയാണ് ഈ ഭൂമി കൈമാറ്റം ചെയ്തതെങ്കിൽ ആ മരണപ്പെട്ട ആളുടെ മരണ സർട്ടിഫിക്കറ്റും അവരുടെ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റും, വെച്ചാൽ അവകാശികൾ ആരൊക്കെയാണെന്ന് അറിയാനായിട്ട് ഒന്നുകിൽ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ്, അനന്തരാവകാശ സർട്ടിഫിക്കറ്റ്, ഇത് നിർബന്ധമായും നമ്മൾ അവരിൽ നിന്ന് വാങ്ങിയിരിക്കണം. അതിൽ ഒരു എക്സ്ക്യൂസും ഇല്ല. എന്ന് വെച്ചാൽ നമ്മൾ ആരിൽ നിന്നാണ് ഭൂമി വാങ്ങുന്നത്, ആ ഭൂമി വാങ്ങുന്ന ആ വ്യക്തി മരണപ്പെട്ടിട്ട് അവരുടെ ഫാമിലിയിലുള്ള അവകാശികളാണ് തരണമെങ്കിൽ നിർബന്ധമായും എന്ത് തന്നെയായാലും നമ്മൾ വാങ്ങുന്ന ഭൂമിയിൽ ഏതെങ്കിലും ഒരു കക്ഷി മരണപ്പെട്ട്, അടിയാധാരങ്ങളിൽ കേട്ടോ, മെയിൻ ആധാരത്തിലല്ല, അടിയാധാരങ്ങളിൽ തന്നെ ഏതെങ്കിലും ഒരു കക്ഷി മരണപ്പെട്ടതിന് ശേഷം അവരുടെ അവകാശികളെല്ലാവരും കൂടി തയ്യാറാക്കിയ ഒരു ആധാരമാണെങ്കിൽ ആ വ്യക്തിയുടെ മരണ സർട്ടിഫിക്കറ്റും ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റും നിർബന്ധമായും നമ്മൾ വാങ്ങിയിരിക്കണം. അതില്ലാതെ ആ ഒരു സെയിലിനെ പോകേണ്ട കാര്യമില്ല, നമുക്ക് പിന്നീട് ലോണൊന്നും കിട്ടുന്ന സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഡോക്യുമെൻ്റ് വെരിഫൈ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഭൂമി ഏതെങ്കിലും ഒരു പട്ടയപ്രകാരം സിദ്ധിച്ച ഭൂമിയാണോ എന്ന് വ്യക്തമായി പരിശോധിക്കണം. ഇപ്പോൾ വനഭൂമി പട്ടയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മിച്ചഭൂമി പട്ടയോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഗവൺമെൻറ് നൽകിയ പട്ടയപ്രകാരം സിദ്ധിച്ച ഭൂമിയാണോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ പട്ടയപ്രകാരം സിദ്ധിച്ച ഭൂമിയാണെങ്കിൽ ആ പട്ടയത്തിൻ്റെ കോപ്പി ഇല്ലാതെ, ആ പട്ടയത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കോപ്പി ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു ബാങ്കിൽ നിന്ന് ലോൺ കിട്ടില്ല. കാരണം വെച്ചാൽ പല വ്യാജ പട്ടയങ്ങളുടെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് കാരണം പട്ടയത്തിൻ്റെ കോപ്പി ഇല്ലാതെ, പട്ടയത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കോപ്പി ഇല്ലാതെ പട്ടയപ്രകാരം സിദ്ധിച്ച് എത്ര കൈമാറ്റം കഴിഞ്ഞ ആധാരമാണെങ്കിലും നമ്മൾ വാങ്ങാൻ പാടില്ല. അത് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ആ ഭൂമി വാങ്ങാൻ പാടുള്ളൂ.
ചില കേസുകളിൽ ക്രയ സർട്ടിഫിക്കറ്റ് ആയിരിക്കാം, വെറുമ്പാട്ടം ഭൂമികൾ ജന്മമായി കിട്ടുന്ന തഹസിൽദാർ അനുവദിക്കുന്ന ക്രയ സർട്ടിഫിക്കറ്റ് ആവാം ഒരു പക്ഷേ ആധാരത്തിൽ മെയിനായിട്ട് എഴുതിയിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ ഉറപ്പായും ആ ക്രയ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നമ്മൾ നിർബന്ധമായും വാങ്ങിയിരിക്കണം. അപ്പോൾ അതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട പിന്നെ ഒരു വസ്തുത. പിന്നെ ഇതിൻ്റെ കുടികട സർട്ടിഫിക്കറ്റ് നമ്മൾ വ്യക്തമായി പരിശോധിക്കണം. എൻകംബറ സർട്ടിഫിക്കറ്റ്, ഈ ബാധ്യത സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയുന്ന കുടികട സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എൻകംബറ സർട്ടിഫിക്കറ്റ്, ഇത് നമ്മൾ വാങ്ങി അത് ഒരു 30 വർഷത്തെ അല്ലെങ്കിൽ ഈ ആധാരം തൊട്ടുള്ള സർട്ടിഫിക്കറ്റ് എടുക്കുക. എന്നിട്ട് വിശദമായി പഠിക്കണം, വിശദമായി ശ്രദ്ധിക്കണം. അതിലെന്തെങ്കിലും ബാങ്കിൻ്റെ അറ്റാച്ച്മെൻറ്റുകളോ അതല്ലെങ്കിൽ എന്തെങ്കിലും ജപ്തി നിലനിൽക്കുന്നുണ്ടോന്നോ അങ്ങനെ എന്തെങ്കിലും അതിൽ ഏതെങ്കിലും ആധാരങ്ങൾ നമ്മൾ അറിയാതെ നടന്നിട്ടുണ്ടോന്നോ എന്തെങ്കിലും അത് വ്യക്തമായി അതിൽ മനസ്സിലാക്കാൻ പറ്റും. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വില്ലേജ് ഓഫീസിൽ നിന്ന് സർവേ സ്കെച്ച് എടുത്തുകൊണ്ട് ഈ ഭൂമി ആധാരത്തിൽ പറയുന്ന യഥാർത്ഥ സർവേ നമ്പറിൽ ഇനിയാണോ ഭൂമി കിടക്കുന്നത് എന്ന് നമ്മൾ വ്യക്തമായും മനസ്സിലാക്കണം. അത് നമുക്കൊരു വക്കീലിനെ ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ ഒരു ആധാരം പരിശോധിക്കാനായിട്ട് ഒരു വക്കീലിന് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ആധാരപ്രകാരം ഡോക്യുമെന്റ്സ് നോക്കാൻ മാത്രമാണ് അദ്ദേഹത്തിന് പറ്റുന്നത്. എന്നാൽ നമ്മളൊരു സർവേറെയോ അതല്ലെങ്കിൽ ഈ മുകളിൽ കാണുന്ന നമ്പറിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ ചെയ്തുതരാം. എന്ന് വെച്ചാൽ സർവേ നമ്പർ കറക്റ്റ് ആണോ എന്നുള്ളത്, ആധാരത്തിൽ പറയുന്ന സർവേ നമ്പർ കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കുക എന്നത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. അതുമാത്രമല്ല, ഈ സ്കെച്ച് എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ സ്ഥലത്തിനോട് ചേർന്ന് വല്ല തോടോ കനാലോ എന്തെങ്കിലും ഒഴുകുന്നുണ്ടെങ്കിൽ, എങ്ങനെ ഭൂമിയിൽ കാണുന്നതും കാണപ്പെടാത്തതുമായ ഏതെങ്കിലും പുറമ്പോക്ക് കിടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വ്യക്തമായി പരിശോധിക്കണം. ഇത് പരിശോധിക്കാതെ ഭൂമി വാങ്ങി പലരും 30 സെൻറ്റ് ഭൂമി വാങ്ങിയിട്ട് പിന്നീട് 23 സെൻറ്റും 24 സെൻറ്റൊക്കെ ആയിട്ട് കുറയാം. അല്ലെങ്കിൽ 10 സെൻറ്റ് വാങ്ങുന്ന ആൾക്ക് ഒരു 2 സെൻറ്റോ 3 സെൻറ്റൊക്കെ ഇത്തരം പുറമ്പോക്കുകളിലൂടെ നഷ്ടപ്പെടാം. അത് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, പ്രകടമായി ഒരു പക്ഷേ ഒരു ഭൂമിയിൽ റോഡോ തോടോ കനാലോ അല്ലെങ്കിൽ വെള്ളച്ചാലോ ഒന്നും പഴയത് കാണില്ല. അതൊക്കെ മണ്ണ് മൂടി നികത്തപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ സർക്കാർ സ്കെച്ചിൽ ആ ഒരു പുറമ്പോക്ക് സ്ഥലം കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ സർക്കാർ സ്കെച്ച് അല്ലെങ്കിൽ വില്ലേജിൽ നിന്നുള്ള സ്കെച്ച് വെച്ച് പരിശോധിച്ചാൽ മാത്രമാണ് ഒരു സ്ഥലത്ത് പുറമ്പോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ കാര്യം ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നത്തെ കാര്യം, അപ്പോൾ ഡോക്യുമെൻ്റ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞു, സർവേ സ്കെച്ച് ഉപയോഗിച്ച് സ്ഥലം പരിശോധിച്ച് കഴിഞ്ഞു, അതല്ലെങ്കിൽ സ്ഥലം അളന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കരാർ എഴുതുക അതല്ലെങ്കിൽ ആധാരം രജിസ്റ്റർ ചെയ്യുക എന്നുള്ള ഘട്ടത്തിലേക്ക് കിടക്കുന്നത്. ഒന്നുകിൽ നമ്മൾ കരാർ എഴുതും, 6 മാസത്തേക്ക് കരാർ എഴുതും, ചിലർ 11 മാസത്തേക്ക് കരാർ എഴുതും. എന്നാൽ ഏറ്റവും നല്ലത് ഒരു മാക്സിമം ഒരു 6 മാസത്തിനുള്ളിൽ കരാർ എഴുതുക, കഴിയുമെങ്കിൽ ഡയറക്റ്റ് രജിസ്റ്റർ ചെയ്യുക. അതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. അങ്ങനെ ഡയറക്റ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, ഈ ആധാരത്തിൽ നമ്മൾ വാങ്ങാൻ പോകുന്ന കക്ഷിയുടെ ആധാരത്തിൽ 3ഓ 4ഓ സർവേ നമ്പറുകൾ ഉണ്ട് എന്ന് വിചാരിക്കാം. 3ഓ 4ഓ സർവേ നമ്പറുകൾ ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങുന്ന ഭൂമി ഏത് സർവേ നമ്പറിൽ പെട്ടതാണ്. ഇതിപ്പോൾ റീസർവേ കഴിഞ്ഞ വില്ലേജുകളിലാണ് അത് കൂടുതൽ കൺഫ്യൂഷൻ വരിക. റീസർവേ നമ്പർ ഒരെണ്ണമായിരിക്കും, എന്നാൽ പഴയ സർവേ നമ്പറുകൾ കുറേ നമ്പറുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പഴയ ഏത് സർവേ നമ്പറിൽ നിന്നാണ്, ഏത് പട്ടികയിൽ നിന്നാണ് നമ്മൾ ഈ ഭൂമി വാങ്ങുന്നത് എന്ന് നമ്മൾ വ്യക്തമായി ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് പിന്നീട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പോൾ റീസർവേ കഴിഞ്ഞ വില്ലേജുകളിൽ പ്രധാനമായും പഴയ സർവേ നമ്പർ ഏതാണ് എന്ന് ജസ്റ്റ് ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആ പഴയ സർവേ നമ്പറിൻ്റെ കോളത്തിൽ പഴയ സർവേ നമ്പറും റീസർവേ നമ്പറിൻ്റെ കോളത്തിൽ റീസർവേ നമ്പറും എഴുതി ആധാരം രജിസ്റ്റർ ചെയ്യുക. ആധാരം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് 4 എതിരിന് വലിയ പ്രാധാന്യമുണ്ട്. 4 എതിര് വളരെ വ്യക്തമായി 4 എതിര് എഴുതണം. അങ്ങനെ 4 എതിര് വ്യക്തമായി എഴുതിയിട്ട് നമ്മൾ ആധാരം ചെയ്യണം. അതേപോലെ നമ്മൾ സർവേ സ്കെച്ച് ഒരു സർവേറെ നമ്മൾ ഭൂമി അളന്ന് സ്കെച്ച് വാങ്ങുമ്പോൾ ആ സ്കെച്ചിൽ ഇതുപോലെയുള്ള ഒരു സ്കെച്ച് ആയിരിക്കും കിട്ടുക. അതിൽ ഈ ക്രോസ് അളവ് കണ്ടില്ലേ, ഇപ്പം നമ്മുടെ ഔട്ടർ അളവ് 4 ഭാഗത്തുള്ള അളവിൻ്റെ കഴിഞ്ഞിട്ടൊരു ക്രോസ് ആയിട്ടൊരു അളവുണ്ടാവും. ഇങ്ങനെയുള്ള ക്രോസ് അളവ്, ഈ ക്രോസ് അളവ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ഭൂമി പിന്നീട് ഏതെങ്കിലും ഒരു കുറ്റി മാറിപ്പോവുകയോ പോസ്റ്റ് മാറിപ്പോവുകയൊക്കെ ചെയ്താൽ റീഫിക്സ് ചെയ്യാനായിട്ട് ഈ ക്രോസ് അളവിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഈ സർവേർ അളന്നിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് വെരിഫൈ ചെയ്യാനൊക്കെ ക്രോസ് അളവുള്ള സ്കെച്ച് നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഏതൊരാളും ആധാരത്തോടൊപ്പം തന്നെ ആ ഭൂമി അളന്ന് വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്കെച്ച് സൂക്ഷിച്ചു വെക്കണം. മനസ്സിലായില്ല? എന്ന് വെച്ചാൽ ഭൂമി അളന്ന് ബോധ്യപ്പെടുക മാത്രമല്ല, അതിൻ്റെ സ്കെച്ച് മീറ്റർ അളവുകളിൽ എഴുതിയിട്ടുള്ള സ്കെച്ച് വിത്ത് ക്രോസ് അളവ്, എന്നുവെച്ചാൽ ഓരോ ട്രയാങ്കിൾ എന്നുള്ള രീതിയിലാണ് ഭൂമി അളക്കുക. അപ്പോൾ ആ ക്രോസ് അളവും കൂടിയുള്ള ഒരു സ്കെച്ച് നമ്മൾ ആധാരത്തോടൊപ്പം സൂക്ഷിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കുറ്റി മാറിപ്പോയാൽ തന്നെ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബൗണ്ടറി ഇടുക. വ്യക്തമായ ബൗണ്ടറി നമ്മൾ ഭൂമിയിൽ ഇടുക. അത് കമ്പിവേലി ഇട്ടിട്ടോ സ്ലാബ് മതിൽ ഇട്ടിട്ടോ, സ്ലാബ് മതിനേക്കാളും നല്ലത് ജസ്റ്റ് ഒരു അടി ഹൈറ്റിലെ ഒരു കരിങ്കല്ലുകൊണ്ട് കെട്ടിയിടുക. 10 സെൻറ്റിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. വലിയ ഭൂമിയൊക്കെ ആകുമ്പോൾ നമുക്ക് കരിങ്കല്ലുകൊണ്ട് കെട്ട് പ്രായോഗികമല്ല. അപ്പോൾ കമ്പിവേലി കെട്ടിയിടുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. അപ്പോൾ അങ്ങനെ കമ്പിവേലി കെട്ടി വ്യക്തമായൊരു ബൗണ്ടറി നമ്മുടെ ഭൂമിക്ക് ഉണ്ടാവണം. കാരണം എന്താ വെച്ചാൽ ആധാരം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഭൂമി സേഫായി എന്നുള്ള ചിന്ത പലർക്കും ഉണ്ട്. എന്നാൽ അതിർത്തി കൈവശത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരു ഭൂമിയുടെ കൈവശത്തിന് എന്ന് വെച്ചാൽ നമ്മളത് നമ്മുടെ പൊസഷൻ നമ്മുടെ കൈവശത്തിലാക്കിയിരിക്കണം. ആധാരത്തിൽ മാത്രമല്ല ഭൂമിയിലും വ്യക്തമായൊരു ബൗണ്ടറി അതിന് നമ്മൾ കാണിച്ചിരിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ആധാരം രജിസ്റ്റർ ചെയ്ത നേരെ വില്ലേജ് ഓഫീസിൽ പോയിട്ട് നികുതി അടയ്ക്കുക. എന്നുവെച്ചാൽ പോക്കുവരവ് ചെയ്ത് നികുതി അടയ്ക്കുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ്. പോക്കുവരവ് ചെയ്യുക എന്ന് പറയുന്നത് മുമ്പുണ്ടായിരുന്ന ഭൂവുടമയുടെ പേരിൽ നിന്ന് പുതിയൊരു ആധാരം രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യുന്നു.
ആ രജിസ്റ്റർ ചെയ്ത ആധാരം വില്ലേജ് ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്ന് നമ്മുടെ പേരിലേക്ക് മാറ്റിയെടുക്കുക എന്ന് വെച്ചാൽ പുതിയ ആധാരം വില്ലേജ് ഓഫീസിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പ്രോസസ്സ് ഓൺലൈനായിട്ടാണ്, നമ്മൾ മാനുവലായിട്ട് അപേക്ഷ വെക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നമ്മൾ ആ പ്രോസസ്സ് ചെയ്ത് നമ്മുടെ പേരിൽ ഭൂനികുതി അടയ്ക്കുക കൂടി ചെയ്യുമ്പോഴാണ് ഒരു ആധാരം പൂർണ്ണമായും നമ്മുടെ പേരിലായി എന്ന് ആ കംപ്ലീഷൻ ആവുന്നത്. അതിനുശേഷം അതിൽ വല്ല വീടെങ്ങാനും ഉണ്ടെങ്കിൽ, ഈ വാങ്ങുന്ന ഭൂമിയിൽ വീടെങ്ങാനും ഉണ്ടെങ്കിൽ ആ വീടിൻ്റെ ഓണർഷിപ്പും നമ്മൾ നഗരസഭയിലോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ ഓഫീസിൽ പോയിട്ട് അത് നമ്മുടെ വീടിൻ്റെ ഓണർഷിപ്പും കൂടി നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ KSEBയിൽ പോയിട്ടും ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യണം. അതൊക്കെ അതിൻ്റെ ഘട്ടങ്ങളായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഭൂനികുതി അടയ്ക്കുന്നു, നമ്മുടെ പേരിൽ പോക്കുവരവ് ചെയ്ത് നികുതി അടച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ വർഷങ്ങളിലും കറക്റ്റായിട്ട് നമ്മൾ നികുതി അടയ്ക്കുന്നു. ആ ഭൂമി സേഫായി, അതിൽ വേറെ പരാതികളില്ല. കറക്റ്റായ രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ തന്നെ. ഒരു പക്ഷേ ഒരു ലോൺ എടുക്കാനായിട്ട് നമ്മൾ ഏതെങ്കിലും ഘട്ടത്തിൽ ചെല്ലുമ്പോൾ ഒരു രേഖയും, ഒരു എക്സ്ട്രാ രേഖയും നമുക്ക് അന്വേഷിച്ച് ആ നേരത്തെ ഓടേണ്ടതായിട്ട് വരില്ല. അപ്പോൾ ഇത്തരം സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഈ സ്ക്രീനിൽ എവിടെയെങ്കിലും എൻ്റെ നമ്പർ ഞാൻ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ ഈ പറഞ്ഞ സേവനങ്ങളെല്ലാം, ഭൂമി വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന എല്ലാ A to Z കാര്യങ്ങളും ഞാനത് നിങ്ങൾക്ക് ചെയ്തു തരാം. കേരളത്തിൽ എവിടെയാണെങ്കിലും ചെയ്തു തരാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ട്രെയിൻ സൗകര്യമുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ നിസ്സാര യാത്രാ ചിലവാണ് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ വന്ന് സർവേ സ്കെച്ച് എടുത്ത് വളരെ വ്യക്തതയോടെ നിങ്ങൾക്ക് ഈ സേവനങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം. ഇത്ര നേരം എന്നെ കേട്ടിരുന്നാൽ നിങ്ങൾക്ക് നന്ദി. അപ്പോൾ കഴിയുമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഭൂമി സംബന്ധമായ, സർവേ സംബന്ധമായ ഭൂമി അളക്കുക, അല്ല കൈവശ അതിർത്തി അളക്കുക, അല്ലെങ്കിൽ പുറമ്പോക്ക് ഫിക്സ് ചെയ്യുക, അങ്ങനെ ഭൂമി സംബന്ധമായ ഭൂമി അളക്കുക, സർവേ സംബന്ധിച്ച് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനിൽ ഞാൻ പറഞ്ഞ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് വേറെ പുറമെ ഒരാൾക്ക് അപേക്ഷ കിട്ടുന്നൊരു സർട്ടിഫിക്കറ്റ് അല്ല. അത് ആ കുടുംബത്തിൽ ഒരാൾ തന്നെ അപേക്ഷിക്കണം. അപ്പോൾ അത് കാരണം ഒരു അടിയാധാരത്തിൻ്റെ കുറവ് കൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നമല്ല. നമുക്ക് ഈ പറഞ്ഞ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നമുക്ക് തടസ്സപ്പെടുക. എന്ന് വെച്ചാൽ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആ ഒരു കക്ഷി അപേക്ഷിക്കാതെ നമുക്ക് ലഭിക്കില്ല. എന്നാൽ സർട്ടിഫിക്കറ്റ് കോപ്പിയൊക്കെ ഒരു അടിയാധാരത്തിൻ്റെ കുറവുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അപേക്ഷിക്കാൻ പറ്റും, രജിസ്റ്ററിൽ അപേക്ഷിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻ വെച്ചാൽ ഡയറക്റ്റ് എൻ്റെ നമ്പറിൽ വിളിച്ചോളൂ. താങ്ക് യു.